നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതി തന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്നതല്ലെന്ന് മുൻ പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ. മുൻ പ്രസിഡന്റും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഇടപാടുകളാണ് ബാങ്കിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ജോഷി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതിനായി സിപിഐഎമ്മും ഗ്രാമപഞ്ചായത്തിലെ സിപിഐഎം അനുഭാവികളായ ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രമിക്കുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. സത്യസന്ധവും സുതാര്യവുമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെറ്റ് സൂ ആരംഭിക്കുന്നതിന്റെ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു. കുട്ടികൾക്ക് അരിമ മൃഗങ്ങളുമായി ഉല്ലസിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സൂവിൽ വരുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും 4 തരത്തിലുള്ള രാജ്യങ്ങളിലെ സഫാരി സൂ അനുഭവങ്ങൾ വെർച്വലായി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാനും പറ്റുന്ന പ്രത്യേക സംവിധാനമാണ് വെർച്വൽ സൂവിൽ ഒരുക്കുന്നത്. കണ്ണട വെച്ച് കാണുന്ന സംവിധാനമല്ല. അവർക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ തൊട്ടുനിന്ന് കാണാനും ആസ്വദിക്കാനുമുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും 45 മിനിറ്റോളം യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ആഗസ്റ്റ് 15-ന് നേരിട്ട് പരിശോധിക്കുമെന്നും ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി. മറ്റു മൃഗശാലകളിൽ നിന്നും മൃഗങ്ങളെ കൊണ്ടുവരുന്നതും പാർക്ക് ശുചീകരണവും മാത്രമാണ് ബാക്കിയുള്ളത്. കർണാടകയിൽ നിന്നും 246 തരം മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരുന്നതിന് നടപടികൾ അവസാന ഘട്ടത്തിലാണ്. വിദേശത്ത് നിന്ന് 5 തരത്തിലുള്ള പക്ഷികളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൂ സഫാരി നമ്മൾ ആരംഭിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വെർച്വൽ സൂവിൻ്റെയും പെറ്റ് സൂവിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സെപ്റ്റംബർ മാസത്തോടെ വിദേശത്ത് നിന്ന് വരുന്ന മൃഗങ്ങളുടെ ഒരു ധാരണ കരാറൊപ്പിട്ട് ആ നിലവാരത്തിലേക്ക് പോകാം എന്ന് നമ്മൾ കരുതുന്നു. തൃശ്ശൂരിലെ മൃഗങ്ങളെയും പക്ഷികളെയും പൂർണ്ണമായിട്ടും ഈ മാസം തന്നെ കൊണ്ടുവന്ന് തീർക്കാനുള്ള ലക്ഷ്യമാണ് നമ്മൾ വച്ചിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് പുതിയ തരം മാനുകൾ ഉൾപ്പെടെ 246 വിവിധ ഇനങ്ങളിൽപ്പെട്ട പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരാനുള്ള തയ്യാറെടുപ്പിലായി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി നമ്മുടെ സൂ ഡയറക്ടർ നാളെ വൈകുന്നേരം കർണാടകയിൽ വനം വകുപ്പുമായിട്ടുള്ള അവസാനഘട്ട ധാരണാപത്രങ്ങളിൽ ഒപ്പിടാൻ വേണ്ടി തിരികുകയും ചെയ്യുകയാണ്. തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഓറിയന്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായിരുന്നു. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരശൻ, തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, തൃശൂർ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സാബു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, 3-ാം വാർഡ് മെമ്പർ സുജിത അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം തൃശൂർ. മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതി തന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്നതല്ലെന്ന് മുൻ പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ. 10 കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ നൽകി ബാങ്കിനെ വഞ്ചിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിൽ മാള സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഉൾപ്പെടെ 21 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വാർത്ത മീഡിയ ടൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മറുപടിയുമായി ജോഷി പെരേപ്പാടൻ രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ ഭരണസമിതി ചെറുകിട ലോൺ എടുത്തവർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നുവെന്നും വൻകിടക്കാർക്കെതിരെ നടപടിയെടുക്കാതെ ബാങ്കിനെ വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജോഷി പെരേപ്പാടൻ മീഡിയ ടൈമിനോട് പറഞ്ഞു.
നമ്മളിതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ എല്ലാം അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ DCC നേതൃത്വവും KPC നേതൃത്വവും നമ്മളോട് അനുഭാവപൂർവ്വമുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മാളയിലെ കോൺഗ്രസ് നേതൃത്വം മാത്രം ആ അനുഭാവപൂർവ്വമുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. ഈ ബാങ്കിൽ നിന്ന് കൂടുതലും വായ്പ എടുത്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. പിന്നെ ഈ വ്യാജ നിലം ഈ വായ്പ ഇടപാടുമായിട്ടുള്ളതിൽ അന്നത്തെ ഭരണസമിതികൾക്കൊന്നും പങ്കില്ല. അവരറിയാതെ ചില ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരും പ്രസിഡൻറ്റും കൂടി നടത്തിയിട്ടുള്ള ഒരു ക്രമക്കേടാണ്. അവരൊക്കെ നിരപരാധികളാണ്. ശരിക്കും പറഞ്ഞാൽ വായ്പ എടുത്തവൻ്റെ സ്ഥലം പണയപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അതിൽ കിട്ടിയില്ലെങ്കിൽ, അതിലും പൈസ കിട്ടിയില്ലെങ്കിൽ ആളുടെ അടുത്ത സ്ഥലങ്ങൾ അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭരണസമിതിയുള്ള സമയത്ത് ഏകദേശം ഒരു 20ഓളം സ്ഥലങ്ങൾ ഇതുപോലെ വായ്പ കുടിശ്ശിക തിരിച്ചു പിടിക്കാൻ പറ്റുന്നതിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഭരണസമിതി അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള നിലപാടാണ് സ്വീകരിച്ചത്. മുൻ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ്റെ ജാമ്യ ഹർജിയെ എതിർക്കേണ്ട ബാങ്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിനും കാര്യങ്ങൾക്കും മൂല്യമുണ്ടെന്നും പറഞ്ഞിട്ടാണ്, ഏത് നിലത്തിനും ഒരു മൂല്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിലവിലുള്ള സെക്രട്ടറി ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. പിന്നീട് അത് മാപ്പപേക്ഷ നൽകിയിട്ടാണ് അത് പിൻവലിച്ചത്. അപ്പോൾ അതാണ് പുതിയ ഭരണസമിതി നിലവിൽ വായ്പ കുടിശ്ശിക്കാരായിട്ടുള്ള ആരുടെ പേരിലും നടപടി എടുക്കുന്നത്. ചെറുകിടക്കാരുടെ പേരിലും മാത്രമേ നടപടി എടുക്കുന്നുള്ളൂ. വൻകിടക്കാരുടെ പേരിൽ ഒരു നടപടി എടുക്കാതെ ബാങ്കിനെ ചതിച്ചും വഞ്ചിച്ചും അത് നശിപ്പിച്ച് കളയാനുള്ള ഒരു തീരുമാനമായിട്ടാണ് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിന് മാളയിലെ കോൺഗ്രസ് നേതൃത്വം സഹായിക്കുന്നുണ്ടും കൂടി എനിക്ക് സംശയമുണ്ട്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതിനായി CPIM-ഉം ഗ്രാമപഞ്ചായത്തിലെ CPIM അനുഭാവികളായ ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രമിക്കുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സാബു കണ്ടത്തിൽ ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ഹിയറിംഗ് നോട്ടീസുമായി അപേക്ഷകൻ നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്ന വ്യവസ്ഥയാണ് അട്ടിമറിക്കപ്പെടുന്നത്. താങ്കൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് വിശ്വാസമുള്ളവരെയാണ് CPIM-ന്റെ പഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഹിയറിംഗ് നടത്താതെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നത്. നാട്ടിൽ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രവാസികൾക്കും വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചു നൽകിയ ഇളവുകൾ ഉപയോഗപ്പെടുത്തി സ്ഥലത്ത് ഇല്ലാത്തവരെയും പട്ടികയിൽ പേര് ചേർപ്പിക്കുന്നുണ്ട്. സ്ഥലത്തില്ലാത്തവർ ഫോറം 4 പൂരിപ്പിച്ച് പ്രിന്റ് എടുത്ത് അപേക്ഷകന്റെ ഒപ്പോ വിരലടയാളമോ പതിപ്പിച്ച് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുപ്പ് ഓഫീസറെ സമീപിക്കണമെന്നും അങ്ങനെ ലഭിക്കുന്ന അപേക്ഷകളിൽ തിരഞ്ഞെടുപ്പ് ഓഫീസർ അപേക്ഷകനെ നേരിട്ട് വീഡിയോ കോൺഫറൻസിംഗ് നടത്തിയതിനു ശേഷം കൃത്യമായി അപേക്ഷകൻ ഈ പഞ്ചായത്തിലെ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവൂ എന്ന കമ്മീഷന്റെ ഉത്തരവാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ലംഘിക്കുന്നത്. ഇത്തരം പ്രവൃത്തി അവസാനിപ്പിച്ച് സത്യസന്ധവും സുതാര്യവുമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സാബു കണ്ടത്തിൽ പറഞ്ഞു. കാൻഡിഡേറ്റ് ഒപ്പിട്ടതിന് ശേഷം അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പഞ്ചായത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവരെ, അതായത് ബന്ധപ്പെട്ട കാൻഡിഡേറ്റിനെ വീഡിയോ കോളിൽ വിളിച്ച് അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായി കാൻഡിഡേറ്റിനെ കൊണ്ട് ഒപ്പിടിയിക്കാതെ സ്ഥലത്തില്ലാത്ത ആളുകളുടെ മുഴുവൻ വോട്ട് CPM-കാർ ചേർക്കുകയാണ്. ഒരാളും പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്നില്ല. അവിടെ ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കള്ളൊപ്പിട്ടിട്ടാണ് ഫോം 4 കൊടുക്കുന്നത്. ആളുകൾ അവിടെ എത്തുന്നില്ല. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാവും ഒരാൾ പോലും ചെല്ലാതെയാണ് അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ കള്ളക്കളി എത്രയും വേഗം അവസാനിപ്പിക്കുക. സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകൾ അവസാനിപ്പിക്കുവാനായി തയ്യാറാകണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ നഗരസഭാ നേതൃയോഗം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. 50 വർഷത്തെ ഇടതുഭരണം ചരിത്ര പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ പട്ടണത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടെന്ന് രമേശ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ചരിത്രപരമായ ഒരു പട്ടണമാണ് കൊടുങ്ങല്ലൂർ പട്ടണം. മുസ്ലിംസിന്റെ കാലം മുതൽ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു പട്ടണം. ചേരമാൻ പെരുവാക്കളുടെ രാജവംശത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു പട്ടണം. ഒരുപാട് സാധ്യതകൾ തുറന്നു കിടക്കുന്ന ഒരു പട്ടണം, ഒരു നഗരം. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് 50 വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തുടർച്ചയായിട്ട് അധികാരം കൈയാളാൻ അവസരം കിട്ടിയിട്ട് ഈ പട്ടണത്തിന്റെ വികസനം സാധ്യമാക്കാൻ എന്തുകൊണ്ട് CPM-ന് സാധിച്ചില്ല എന്ന ചോദ്യം കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.
ലക്ഷക്കണക്കിന് തീർത്ഥാടകന്മാർ വന്നുചേരുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലാണ്. ടൂറിസം മേഖലയിലും തീർത്ഥാടന മേഖലയിലും ഒരുപാട് മുന്നോട്ടു പോകേണ്ടിയിരുന്ന ഒരു നഗരം ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളുടെ നയമാണ് ഇന്ന് കൊടുങ്ങല്ലൂർ അനുഭവിക്കുന്ന ദുരിതങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിനായി എത്തിയതായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിങ്ങും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ഏരിയയും സംയുക്തമായി ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 350ഓളം പേർ ക്യാമ്പിൽ ചികിത്സ തേടി. ക്യാമ്പ് കൊടുങ്ങല്ലൂർ CI KB അരുൺ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, കുമാരി അനിത, സുപ്രഭ, ഉണ്ണികൃഷ്ണൻ, ഷാജി, KJ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മാഗസിൻ എഡിറ്റർ ഡോക്ടർ സിരി സൂരജ് ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ആല പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് ജമാഅത്ത് മഹല്ല് കമ്മിറ്റിയുടെ ബൈത്തുന്നൂർ പാർപ്പിട പദ്ധതിയിൽ പണി കഴിപ്പിച്ച് നൽകുന്ന 4ഉം 5ഉം വീടുകളുടെ തറക്കല്ലിടൽ മഹലിലെ പുതുമനപ്പറമ്പിലും പത്താഴക്കാടിലും നടന്നു. പുതുമനപ്പറമ്പ് ഏരിയയിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് മിദ്ലാജ് ഫാളിൽ ജലാലിയും പത്താഴക്കാട് ആമണ്ടൂർ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് തയ്യിബ് അക്സനി അൽ അർഷദിയും നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കണ്ണാങ്കുളം, മഹല്ല് സെക്രട്ടറി അഷ്റഫ് ലാസി എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ഹമീദ് സാഹിബ്, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിംകുട്ടി പറമ്പിനടുത്ത്, അബുദാബി, ദുബായ്, ഖത്തർ മഹല്ല് ക്ഷേമ സംഘടനാ ഭാരവാഹികളായ അഷ്റഫ് പൊന്നാമ്പടിക്കൽ, നസീർ കുഴിക്കണ്ടത്തിൽ, റഫീഖ് പടിഞ്ഞാറേ വീട്ടിൽ, നജീബ് പൂവത്തുംകടവിൽ, ഷഫീർ ഊമൻകുളത്ത്, അഷ്റഫ് തൈപ്പറമ്പിൽ, അഷ്റഫ് കുഴിക്കണ്ടത്തിൽ, ഷാജഹാൻ അറക്കൽ, മഹല്ല് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ, മഹല്ല് നിവാസികൾ, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതി തന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്നതല്ലെന്ന് മുൻ പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ. മുൻ പ്രസിഡന്റും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഇടപാടുകളാണ് ബാങ്കിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ജോഷി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതിനായി CPIM-ഉം ഗ്രാമപഞ്ചായത്തിലെ CPIM അനുഭാവികളായ ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രമിക്കുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. സത്യസന്ധവും സുതാര്യവുമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നും ആവശ്യം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.